ഞാനിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു വിചാരിച്ചു കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ഈ ജസ്റ്റ് ക്ലീനിങ് മാത്രം കാണിച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ. നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാനും അതുപോലെ നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ഇരിക്കാനായിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യണേന്നുള്ളത്, അല്ലെങ്കിൽ എന്തെല്ലാം പ്രോഡക്റ്റ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നുള്ളതും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം എന്താ പറയുക, ഫസ്റ്റ് എന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ അകത്ത് കുറേ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇട്ട് വെച്ച് കൊടുത്താൽ നമ്മൾ ഒരു ഡീപ്പ് ക്ലീനിങ്ങിനോ അല്ലെങ്കിൽ ഒരു ക്ലീനിങ്ങിന്, ഒരു നോർമൽ ക്ലീനിങ്ങിന് പോയാലും കുറേ സമയം എടുക്കും. ബിക്കോസ് ഓരോ സാധനങ്ങളും നമ്മളിങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോന്ന് എടുത്ത് മാറ്റി ആ ആ ഒരു ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ സൈഡ് ടേബിൾസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീതെ കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ ഇട്ട് വെച്ച് കൊടുത്താൽ നമുക്കതിന്ന് ഓരോ സാധനങ്ങൾ എടുത്ത് മാറ്റി തുടച്ച് വൃത്തിയാക്കിയൊക്കെ വരുമ്പോഴേക്കും ആ ഒരു ഭാഗത്തിന് മാത്രമായിട്ട് കുറേ സമയം എടുക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ മിനിമലിസ്റ്റ് ആവാന്നുള്ളതാണ്. നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വെക്കാതെ അത്യാവശ്യം നല്ല നല്ല സാധനങ്ങൾ, ഇനി കുറേ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു മാസത്തേക്കൊക്കെ ഒരു ഐറ്റം മാത്രം അവിടെ വെക്കുക, ബാക്കിയെല്ലാം നമുക്ക് എടുത്തൊരു കബോർഡിനകത്ത് വെക്കുക അല്ലെങ്കിൽ ക്യാബിനറ്റ്സിനകത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഒരു മാറ്റം വേണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ആ സൈഡ് ടേബിളിൽ നിന്ന് നമുക്കൊരു ഡെക്കർ മാറ്റിയൊക്കെ വെക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ നിരത്തി വെക്കണ പകരം ഒരു ഐറ്റം ഇങ്ങനെ വെച്ചിട്ട് അത് ഒരു മാസത്തേക്കോ 2 മാസത്തേക്കോ ഒരു ഡിസ്പ്ലേ പോലെ ആക്കി വെച്ച് അവിടെ വെച്ചാൽ നമുക്കിത് റൂട്ടീനായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അതുപോലെ ഡെക്കർ പീസസ്, ഇപ്പോൾ വലിയ വലിയ ഡെക്കർ പീസസ് 1-2 ഐറ്റംസൊക്കെ ഇങ്ങനെ വെക്കാം. നമുക്ക് ഇഷ്ടമുള്ളത്, കാണാൻ നല്ല ഭംഗിയുള്ളത്, നമ്മുടെ റൂമിനോട് ചേർന്നിരിക്കുന്നത് രീതിയിലൊക്കെ വളരെ മിനിമലാക്കി വെച്ചാൽ നമ്മുടെ വീട് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അത് ഏറ്റവും എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാക്കിയത്. ബിക്കോസ് ഇപ്പം ഞാൻ ഒരു എക്സ് ഗൾഫാണ്. ഇതിനു മുന്നേ എൻ്റെ ഡാഡിയും മമ്മിയും ഒക്കെ ഞങ്ങൾ ഫാമിലി ആയിട്ട് പുറത്തായിരുന്നു. അപ്പോൾ ഈ ഗൾഫുകാരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കും. ഇങ്ങനെ ഷൂ പീസൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കും, കുറേ ഹാങ് ചെയ്യാൻ കുറേ സാധനങ്ങൾ വാങ്ങിക്കും. ഈ എന്താ പറയുക, നമ്മുടെ മതിലുമ ഇങ്ങനെ കുറേ ഇങ്ങനെ തൂക്കി വയ്ക്കാൻ കുറേ സാധനങ്ങൾ വാങ്ങിക്കും. ഇതൊക്കെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ ക്ലീൻ ചെയ്യാൻ നോക്കും, മാറാമ്പലൊക്കെ ക്ലീൻ ചെയ്യാൻ നിൽക്കുമ്പോഴായിരിക്കും ഇതുമ്മ പൊടി, അതെടുത്ത് മാറ്റണം, ഇതെടുത്ത് മാറ്റണം. അപ്പോൾ ആകെ മൊത്തം എന്താ പറയുക, നമുക്ക് ക്ലീൻ ചെയ്യാനേ തോന്നത്തില്ല. എന്നുവെച്ചാൽ അത്ര അധികം കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വേണം നോക്കണം മാറാമ്പളെ ക്ലീൻ ചെയ്യാൻ. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. നമ്മൾ 1-2 ഒക്കെ വയ്ക്കാം ഒരു ഓർമ്മയ്ക്കായിട്ട്. പിന്നെ നമ്മൾ കുറേ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ കബോർഡിനകത്ത് എടുത്ത് വയ്ക്കാം. ഒരു മാസം കഴിയുമ്പോൾ ഒരു മാറ്റം, ഒരു ചേഞ്ച്. അപ്പോൾ ഒരെണ്ണം അവിടെ മാറ്റി ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓർമ്മയ്ക്കായിട്ട് വെച്ചേക്കണ വല്ലൊരു എന്തെങ്കിലും ഒരു പീസായിരിക്കും, അത് നമുക്ക് മാറ്റി വേറൊരു പീസ് വെക്കാം. അപ്പം നമുക്ക് എന്താ പറയുക, ഒരു പോസിറ്റീവ് ചേഞ്ച് ആയിരിക്കും എപ്പോഴും. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതുപോലെ കിച്ചണിലായാലും ഇടയ്ക്കിടയ്ക്ക് ഒരു മാറ്റം, അത് ഒരു പോസിറ്റീവ് ചേഞ്ച് ആട്ടോ. എനിവേസ്, അത് ഒരു ഫസ്റ്റായിട്ട് എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു. ഇനി ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നോർമൽ ഫിനോയിൽസൊക്കെ നമുക്ക് കിട്ടുമല്ലോ, പല കളറിൻ്റെ ഫിനോയിൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ കുറേ എന്താ പറയുക, ചേച്ചിമാർ വരും ഇടയ്ക്കിടയ്ക്ക്, ഒരു 2-3 മാസമൊക്കെ കൂടുമ്പോൾ ഒരു ബിഗ് ഷോപ്പറൊക്കെ ആയിട്ട് ചേച്ചി വരും. എന്നിട്ട് പറയും, ഞങ്ങളുടെ ഒരു ചെറിയ സ്ത്രീകളുടെ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അമ്മമാരുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്, ഞങ്ങളൊരു ചെറിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഹോം ക്ലീനിങ് ഏജൻസിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. അപ്പം ഇങ്ങനെ ഫുൾ കളർഫുൾ ആയിരിക്കും. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ യൂക്കാലിപ്റ്റസിൻ്റെ സ്മെല്ലുള്ളത് അല്ലെങ്കിൽ നീം ഓയിലൊക്കെ ഉള്ളത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓയിൽസ് കണ്ടൻ്റ് ഉള്ള ഫിനോയിൽ പല കളറിൻ്റെ നമുക്ക് കൊണ്ടു വരും. ഞാൻ വാങ്ങിക്കും കേട്ടോ. ബിക്കോസ് അവർ ഒരു ചെറിയൊരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കിയ സംഭവങ്ങൾ വിൽക്കാമെന്നുള്ളതാണ്. കാര്യം നല്ലതാണ്, പക്ഷേ എനിക്ക് ആ ഫിനോയിൽ യൂസ് ചെയ്ത് നമ്മുടെ ഫ്ലോറ് ക്ലീനാക്കി കിട്ടുകയെന്ന് പറയുന്നത് എനിക്കത്ര ഫീൽ ചെയ്തിട്ടില്ല. കാര്യം നല്ല സ്മെല്ലൊക്കെയാണ്. പിന്നെ അവർ പറയും ഇങ്ങനത്തെ ഓരോ ഓയിൽസ്, ഈ കാബിറ്റസ് ഓയിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇൻസെക്ട്സ് വരില്ല, അതായത് ഉറുമ്പുകൾ,
ചെറിയ ചെറിയ പ്രാണികൾ, അതൊക്കെ ശരിയായിരിക്കും കേട്ടോ. പക്ഷേ ആ ഫിനോയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ, ഇത് ഒരു ഫിനോയിലാണ്. ഇതുപോലെ ഞങ്ങൾ ഒരു ചേച്ചിയുടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഇത് മുല്ലപ്പൂവിൻ്റെ സ്മെല്ലാന്ന് തോന്നുന്നു. അതെ, ഇത് മുല്ലപ്പൂവിൻ്റെ സ്മെല്ലൊക്കെയാണ്. ഇതിനകത്ത് അവരുടെ നമ്മുടെ കെമിസ്ട്രി ഒന്നും അറിയത്തില്ല എനിക്ക്. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയേക്കുന്നതാണ്. പിന്നെ ഇതിന് നല്ല സ്മെല്ലുണ്ടെന്ന് പറയും. അതൊക്കെ ശരിയാണ്. ഈ സ്മെല്ലിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽസോ അല്ലെങ്കിൽ ഒരു നോർമൽ അത്രയും എസെൻഷ്യൽ കോൺസെൻട്രേറ്റഡ് ഓയിൽസ് ആയിരിക്കില്ല. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി എന്താ പറയുക, അധികം കോൺസെൻട്രേറ്റഡ് എന്നാൽ എന്താ പറയുക, സ്മെല്ലുണ്ടെന്നാലും അങ്ങനത്തെ ഒരു ഓയിലുണ്ടല്ലോ നമുക്ക്. അപ്പോൾ ആ ഓയിൽസ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഫിനോയിൽ നമ്മൾ യൂസ് ചെയ്ത് ഫ്ലോർ കഴുകുമ്പോൾ നമുക്ക് അപ്പം നല്ല തുടച്ച് നല്ല എന്താ പറയുക, നല്ല ഗ്ലേസിങ് കിട്ടും ഫ്ലോറിന്. പക്ഷേ ആ ഗ്ലേസിങ് കിട്ടുന്നത് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലുള്ള ഓയിൽ കണ്ടൻസ് കാരണമാണ്. നമ്മളത് തുടച്ച് ഒരു 2 ദിവസം കഴിയുമ്പോഴുണ്ടല്ലോ പെട്ടെന്ന് പൊടി പിടിച്ചിങ്ങനെ പറ്റി നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണോണ്ട് ഈ എണ്ണമയമാണല്ലോ ശരിക്കും നമ്മൾ ഫ്ലോറിൽ തേച്ച് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മളിത് അതേ ഇതും കൊണ്ട് നമ്മൾ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്നൊക്കെ വരുമ്പോൾ നമ്മുടെ കാലത്തെ അഴുക്ക് തന്നെ അതുമ്മ പറ്റി പിടിച്ച് നിൽക്കുകയും ചെയ്യും. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇത് വീണ്ടും കഴുകണമല്ലോ എന്നുള്ളൊരു ഫീൽ വരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയും ഈ ഒരു ഫിനോയിൽ കൊണ്ട് ഫ്ലോർ കഴുകാൻ അത്ര എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇതിൻ്റെ എത്രത്തോളം ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടെന്ന് നമുക്കറിയില്ല. ചില ടൈൽസൊക്കെ ഇങ്ങനെ നമ്മളിത് സ്ഥിരം യൂസ് ചെയ്ത് ടൈൽസിനൊക്കെ ചില വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ടൈൽസ് മാത്രമല്ല, ഈവൻ മാർബിൾസിന് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ഓട്ടകളൊക്കെ ഇങ്ങനെ വീഴും. അപ്പം അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്ലോറൊക്കെ നന്നായി കുറേ നാൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും നല്ല സംഭവങ്ങൾ ഉപയോഗിക്കുക. ഇനി ഫിനോയിൽ യൂസ് ചെയ്യേണ്ട, അപ്പോൾ എന്ത് യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളതാണ് നമ്മുടെ മുടി കഴുകാൻ യൂസ് ചെയ്യുന്ന ഷാമ്പു യൂസ് ചെയ്ത് നമുക്ക് ഫ്ലോർ കഴുകാം. അതായത് വെള്ളത്തിൽ ഷാമ്പു ഡൈല്യൂട്ട് ചെയ്ത് പതിപ്പിച്ച് നമ്മൾ സാധാ മോപ്പ് ഉപയോഗിച്ച് നമ്മൾ തുടച്ചെടുത്താലുണ്ടല്ലോ നമ്മുടെ ഫ്ലോറിൽ വീഴുന്ന എല്ലാ അഴുക്കും എല്ലാ സംഭവങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഒരാഴ്ചത്തേക്ക് നോക്കേ വേണ്ട. എപ്പോഴും ഈ ടൈൽസൊക്കെ വിരിക്കുന്ന ആൾക്കാർ അവർ പറയണം, നിങ്ങൾ ഷാമ്പു കൊണ്ട് കഴുകരുത്, ഇതുപോലെ ഫിനോയിൽസ് ഉപയോഗിച്ച് കഴുകല്ലേ, ഷാമ്പു ഉപയോഗിച്ച് കഴുകുക. എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഷാമ്പു ഉണ്ടല്ലോ, അപ്പോൾ അത് ഉപയോഗിച്ച് അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെ ഉപയോഗിക്കുക. അപ്പോൾ ടൈലൊക്കെ നല്ല ക്ലീൻ ആയിരിക്കും എന്നൊക്കെ പറയാറുണ്ട് അവർ. പിന്നെ ഇനിയിപ്പോൾ ഷാമ്പു അല്ല, എനിക്ക് ശരിക്കും നല്ലൊരു ഫ്ലോർ ക്ലീനർ വേണം എന്നാണെങ്കിൽ ഞാനിതിൻ്റെ മുന്നത്തെ ബ്ലോഗിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഡോമെക്സിൻ്റെ ഫ്ലോർ ക്ലീനർ. അത് നല്ല അടിപൊളി ഫ്ലോർ ക്ലീനറാണ്. നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം. ഇതുപോലെ ബക്കറ്റിൽ കുറച്ച് ഡോമെക്സിൻ്റെ ഫ്ലോർ ക്ലീനർ ഒഴിച്ച് കൊടുക്കുക. അതിങ്ങനെ പതയും. അപ്പോൾ പതയുമ്പോൾ സോപ്പല്ലേ, ആ സോപ്പ് കഴുകി കളയേണ്ട, വീണ്ടും ഒരു പ്രാവശ്യം കൂടി തുടയ്ക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ ആ ഒരു വെള്ളം നമ്മൾ ഒരു തുട മതി. അതുകൊണ്ട് ആ ഒരൊറ്റ തുടയും കൊണ്ട് തന്നെ നമ്മുടെ ഫ്ലോറൊക്കെ നല്ല ക്ലീനാകും. പിന്നെ ഒരാഴ്ചത്തേക്കല്ല, ചിലപ്പോൾ അധികം ബഹളം ഒന്നും ഇല്ലാത്ത വീടുകളായത്, കുട്ടികളൊന്നും അങ്ങനെ ഇല്ലാത്ത വീടാണെങ്കിൽ 2 ആഴ്ച വരെയൊക്കെ നല്ല ഉഗ്രനായിട്ട് നിൽക്കും ഫ്ലോറൊക്കെ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും പോലും എന്താ പറയുക, ഒരാഴ്ചയോളം ക്ലീൻ ആയിട്ടിരിക്കും. നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒന്ന് ഇടയ്ക്ക് അടിച്ചു വാരേണ്ടി വരും, അത്രയേ ഉള്ളൂ. തുടയ്ക്കേണ്ടി വരില്ല എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാ ആഴ്ച ഒരു പ്രാവശ്യം തുടയ്ക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. നമ്മൾ അങ്ങനത്തെ നല്ല ഫ്ലോർ ക്ലീനേഴ്സ് ഉപയോഗിച്ച് നമ്മുടെ ഫ്ലോറ് കഴുകുകയാണെങ്കിൽ. പിന്നെ ഉള്ള അതിപ്പോൾ ആ ബോട്ടിൽ എൻ്റെ കയ്യിൽ കഴിഞ്ഞു കേട്ടോ. അതായത് ഡോമെക്സിൻ്റെ ഫ്ലോർ ക്ലീനർ എൻ്റെ കയ്യിൽ കഴിഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഇത് കൊളാബായിട്ട് വന്നതാണ്, വിമ്മിൻ്റെ ഫ്ലോർ ക്ലീനർ. വിമ്മിൻ്റെ ഞാൻ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡൊക്കെ ഉണ്ടല്ലോ, അതേ എനിക്ക് പറ്റത്തുള്ളൂ. എൻ്റെ കൈക്ക് ഭയങ്കര അലർജിയാണ്. വേറെ ഏത് ഡിഷ് വാഷ് സോപ്പായാലും ലിക്വിഡായാലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ വിണ്ട് കയറി പൊട്ടിപ്പോവും. അപ്പോൾ എനിക്ക് പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ
ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വിമ്മ് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പം അതിൻ്റെ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്, വിം ഫ്ലോർ ക്ലീനർ. ഇതെനിക്ക് കൊളാബായിട്ട് വന്നതാണ്. ഇത് പക്ഷേ ഞാനിത് എന്താ പറയുക, സ്പോൺസേർഡായിട്ട് അങ്ങനത്തെ ഒരു രീതിയല്ല, എനിക്ക് ഇത് പറയണം അങ്ങനെയല്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടും ഞാൻ ഷെയർ ചെയ്യണു. അല്ലെങ്കിൽ ഞാൻ ഡോമെക്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഡോമെക്സ് ആണ് എനിക്കിഷ്ടം. വിമ്മിൻ്റെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എന്തായാലും ഫ്ലോർ ക്ലീനിങ്ങിനെ പറ്റിയും നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കാൻ പറ്റി എനിക്ക് ഷെയർ ചെയ്യണം തോന്നിയത്. ഇത് കണ്ടോ, വേറൊരു ഫ്രാഗ്രൻസ് ആണ്. ഇത് ലെമൺ ഗ്രാസ് വിത്ത് സോൾട്ട്, ഇത് ലാവൻഡർ വിത്ത് സേജ്. പിന്നെ എനിക്ക് ഒരെണ്ണം കൂടി എനിക്ക് കിട്ടി, ഇത് ലെമൺ. നല്ല സ്മെല്ലാണ് കേട്ടോ, എല്ലാത്തിനും നല്ല സ്മെല്ലാണ്. പിന്നെ ഇതും സെയിം ഡോമെക്സ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അല്ലെങ്കിൽ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ നമ്മൾ ബക്കറ്റിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ പതയും കണ്ടോ. അപ്പോൾ ഇങ്ങനെ പതഞ്ഞിട്ട് നമ്മൾ ആ ഒരു എന്താ പറയുക സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് ഫ്ലോർ ക്ലീനായി കിട്ടും. എന്താ പറയുക, ചെറിയ ചെറിയ സ്റ്റെയിൻ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിലും അതും പോകും. ഈ സ്റ്റെയിൻ മാർക്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇടയ്ക്ക് ഇവിടെ ചിലപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒരു ചെടിച്ചട്ടി ഇവിടെ കയറ്റിയൊക്കെ വയ്ക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്ക് ഒരു ചേഞ്ചിന് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് അത് മതിയാവുമ്പോൾ ഞാനെടുത്ത് തിരിച്ച് സിറ്റ് ഔട്ടിൽ വെക്കും. അങ്ങനെ എൻ്റെ ഒരു രീതി അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് വെക്കുമ്പോൾ അതുമായി പാടെന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പത്തിൽ എന്താ പറയുക കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അങ്ങനത്തെ ഫ്ലോർ ക്ലീനേഴ്സ് ഉപയോഗിക്കാമെന്നാണ് ഞാൻ പറയുന്നത്, മറ്റേ നോർമൽ ഫിനോയിൽസൊക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ഭേദം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചില സ്ഥലത്തൊക്കെ ശരിക്കും സ്റ്റെയിൻ വീഴും, ശരിക്കും ഒരു പാട് വീഴും. അത് എത്ര നമ്മൾ തുടച്ചാലും, നമ്മൾ ഇങ്ങനത്തെ ഫ്ലോർ ക്ലീനേഴ്സ് ഉപയോഗിച്ച് തുടച്ചാൽ പോലും എന്താ പറയുക ക്ലീൻ ആവത്തില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ എനിക്ക് വന്നിട്ടുണ്ട്. സ്പെഷ്യലി നമ്മൾ ഈ വീടൊക്കെ പണിത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, കയറിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ ടൈൽസിൻ്റെ ഇടയിൽ വീഴുന്ന ഈ എപ്രോക്സി ഇടില്ലേ. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ ടൈലെന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് എപ്രോക്സി നടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ അവർ പെട്ടെന്ന് ചെയ്തു പോയപ്പോൾ കുറേയൊക്കെ ടൈലും ഇങ്ങനെ വീണു. അപ്പോൾ അവരത് ക്ലീൻ ആക്കാൻ പറ്റിയില്ല, ബിക്കോസ് നമ്മളിവിടെ ഓൾറെഡി താമസമായിരുന്നേ. അപ്പോൾ ഞങ്ങൾക്ക് ക്ലീൻ ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് ചിലതൊക്കെ പോകാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സമയത്ത് പിന്നെ ഇവിടെ മൊയിൽ ഉണ്ടായിരുന്നു, റാബിറ്റിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു ഏറ്റവും ഇളയ മോൾക്ക്. ഇതൊക്കെ എൻ്റെ മുന്നത്തെ വ്ളോഗ് വീഡിയോസിലൊക്കെ കാണാം. അപ്പോൾ അത് ഉണ്ടായപ്പോൾ ഈ മൊയിൽ ഇച്ചിരി ശല്യം ചെയ്തിരുന്നു. അതായത് ശല്യമല്ല, ലിറ്റർ ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത് മാറ്റുമ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ ആ ഒരു യൂറിൻ പാസ്സൊക്കെ അവിടെ ഒക്കെ വീഴുമ്പോൾ സ്റ്റെയിൻ വീഴും. അങ്ങനത്തെ സമയത്തൊക്കെ ഞാൻ ഈ ഡോമെക്സിൻ്റെ ടോയ്ലറ്റ് ക്ലീനേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ടൈൽസുമേ. അതല്ലാതെ ഇതും നമ്മുടെ ഒരു ബ്ലീച്ച്. ഈ ബ്ലീച്ച് എന്ന് പറയുന്നത് നമ്മളൊരു ബോട്ടിൽ ഇതുപോലെ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് പല യൂസസാണ് ഉള്ളത്. ഇപ്പം വീഡിയോ ഫ്ലോർ ക്ലീനിങ് ആയതുകൊണ്ട് ഞാൻ ഫ്ലോർ ക്ലീനിങ്ങിനെ പറ്റി പറയാണ്. അല്ലാതെ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ബ്ലീച്ച് യൂസ് ചെയ്യാം. ഈവൻ ബാത്റൂമൊക്കെ ബാത്റൂം ടൈൽസൊക്കെ നല്ല നീറ്റ് ആവാനായിട്ട് ഒരു മാസത്തിലൊരു പ്രാവശ്യമൊക്കെ ഒരു ബ്ലീച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഏത് ബ്ലീച്ചായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ബ്ലീച്ച് ഉപയോഗിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം ഞാനിങ്ങനെ ഫ്ലോറുമ ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് പതുക്കെ ഈ ഒരു ബ്ലീച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഇത് ശ്രദ്ധിക്കണം, ഇതിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കര ഇതാണ്. എനിക്ക് അത്രയും പറ്റില്ല. അതിൻ്റെ അടുത്ത് പോയിരുന്ന് ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് കൂടി വരും കേട്ടോ. അങ്ങനെ ഒരു മാസ്കൊക്കെ ഇടണം. ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് പോയി ഇങ്ങനെ ചെയ്ത്, അതുപോലെ ഇത് ഡയറക്റ്റൊക്കെ കൈമൊക്കെ തൊട്ട് കഴിഞ്ഞാൽ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആണെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. പിന്നെ അതുപോലെ നമ്മുടെ ഡ്രസ്സുമൊക്കെ തുള്ളിയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ്സിൻ്റെ കളറൊക്കെ പോകുമ്പോൾ ബ്ലീച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾ പർപ്പസ് സംഭവം ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ഏത് സാധനത്തുമേയും സ്റ്റെയിൻ വീണിട്ടുണ്ടെങ്കിൽ ഇത് ബ്ലീച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പം ഞാൻ ബ്ലീച്ച് ഉപയോഗിച്ച് ഞാൻ ഫ്ലോർ കഴിയുന്നുണ്ട്. പക്ഷേ ഡയറക്റ്റ് അല്ല, ഒന്നെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ബ്ലീച്ച് ഇട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ഞാൻ വെള്ളം കുറച്ചിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മീതെ ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ ബ്ലീച്ച് ഒഴിച്ച് കൊടുത്ത് ഞാനൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇങ്ങനെ ഫുൾ സ്ക്രബ് ചെയ്യും. എന്നിട്ട് ഞാൻ അവിടെ വയ്ക്കും ഒരു 5 മിനിറ്റ്. അത്ര മതി, ഒരു 5 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അതിനൊന്ന് സ്ക്രബ് ചെയ്താൽ ആ സ്റ്റെയിൻ, ആ പാടുകളൊക്കെ ഇങ്ങനെ പോകും. വളരെ കുറേ നാളായിട്ട് കിടന്നു തരുന്ന പാടുകൾ പോലും ഞാൻ ബ്ലീച്ച് ഉപയോഗിച്ച് ഞാൻ ടൈല് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പം ബ്ലീച്ച് ഏജൻറ്റ് എപ്പോഴും നല്ലതാണ് കയ്യിൽ വെക്കാനായിട്ട്.
എല്ലാതും വെട്ടി തിളങ്ങും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. നമ്മൾ നല്ലൊരു ഫ്ലോർ ക്ലീനേഴ്സ് ഉപയോഗിക്കുക. ഫ്ലോർ ക്ലീനേഴ്സ് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കുക. ഷാമ്പു എന്തായാലും വീട്ടിലുണ്ടാവും, നമ്മൾ നമ്മുടെ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കുറച്ച് ഷാമ്പു ഉപയോഗിച്ചാലും മതി, നമ്മുടെ ഫ്ലോർ നല്ല ക്ലീനായിട്ട് കിട്ടും. അതുപോലെ അത് ഒരാഴ്ചയോളം നല്ല ക്ലീനായിട്ടിരിക്കും. എൻ്റെ ഇതായിട്ട് ഞാൻ പറയണതാണ്. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതിന് പകരം നല്ല ഫ്ലോർ ക്ലീനേഴ്സ് ഉപയോഗിക്കുക. വിമ്മിൻ്റെ പുതിയതാണത്, ഡോമെക്സിൻ്റെയും ഫ്ലോർ ക്ലീനർ നല്ലതാണ്. സോയാ, ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.